പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. കുത്തിവയ്പ് എടുത്ത ശേഷം ശരീരത്തിനുള്ളിൽ സൂചിയുടെ ഭാഗം കുടുങ്ങിയെന്ന് ആറന്മുള സ്വദേശി വത്സല പറഞ്ഞു. ഒരു വർഷത്തോളം ശരീരത്തിൽ സൂചിയുമായി തുടരേണ്ടി വന്നെന്നും 68-കാരി പറഞ്ഞു. ഇപ്പം പിന്നെ ഇപ്പോൾ ഇത് കൊണ്ട് നടന്ന് മടുത്തിപ്പോൾ വേദന കൂടിയപ്പോഴാണ് ആശുപത്രിയിൽ ചെന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് സൂചിയാണെന്ന് കണ്ടത്. ഞാൻ ഇവിടെ തുണി തയ്ക്കാറൊന്നുമില്ല, എനിക്കിവിടെ കണ്ണും കാണത്തില്ല, സൂചിയും കോർക്കാൻ കണ്ണും കാണത്തില്ല, ഞാൻ തുണി തയ്ക്കാറുമില്ല, ഈ വീട്ടിൽ സൂചി നൂലൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് തുണി തയ്ക്കുന്ന സൂചി കയറുന്ന ഡോക്ടർമാർക്കറിയാമല്ലോ, കുത്തി വെച്ചപ്പോൾ ഞാൻ സൂചിയാണെന്ന് അവർ സമ്മതിച്ച് തരുമോ? ഇപ്പം പകുതി എടുത്തു, ഓപ്പറേഷൻ ചെയ്ത് പകുതി ഇനി അതിനകത്തിരിക്കുന്നു. അതിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ വേദന ഞാൻ കിടക്കുക. അതേസമയം സൂചി കുടുങ്ങിയത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ശ്യാമിലി, ഒരു വർഷം മുൻപാണ് പത്തനംതിട്ട കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിൽ വത്സല ചികിത്സയ്ക്കായി എത്തിയത്. വയറിന് അസുഖവുമായാണ് ആശുപത്രിയിൽ എത്തിയത്. അവിടെ നിന്നും ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തിരുന്നു. ശേഷം കുറച്ച് നാളുകൾക്ക് മുൻപ് മുതൽ ഇത്തരത്തിൽ വേദന ഇടയ്ക്കിടെ അനുഭവപ്പെടാൻ തുടങ്ങി. ഇടുപ്പിലായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തിരുന്നത്. ഈ ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്ത് ഇത്തരത്തിൽ നിരന്തരം വേദന അനുഭവപ്പെടാൻ തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപായി വേദന കടുത്തു. അങ്ങനെയാണ് വീണ്ടും കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നതും ഇത്തരത്തിൽ എക്സ്റേ എടുത്ത് നോക്കുന്നതും. ആ എക്സ്റേയിലാണ് ഇത്തരത്തിൽ സൂചി ഈ ഇടുപ്പിൽ കുടുങ്ങിയതായി, ശരീരത്തിനുള്ളിൽ ഉള്ളതായി വ്യക്തമാകുന്നത്. അത് പിന്നീട് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടത്തി അത് പുറത്തെടുക്കുകയും ചെയ്തു. എങ്കിൽ പോലും പൂർണ്ണമായും പുറത്തെടുത്തില്ല. നിലവിൽ കുടുംബം പറയുന്നത് ഒരു വർഷം മുൻപ് ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത സൂചിയാണ് തൻ്റെ ഇടുപ്പിൽ ഉള്ളത് എന്നാണ് ഈ വത്സല പറയുന്നത്. അവർക്ക് അതിനെ തുടർന്ന് കലശലായ വേദന അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ വേദന അനുഭവപ്പെട്ടതോടെയാണ് ആശുപത്രിയിൽ വീണ്ടും എത്തുകയും ഇത്തരത്തിൽ ചികിത്സ തേടുകയും ചെയ്തത്. എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം, ഇത് ഇഞ്ചക്ഷൻ എടുക്കുന്ന സൂചി തന്നെയാണ്, പക്ഷേ കോഴഞ്ചേരി ആശുപത്രിയിൽ നിന്ന് തന്നെയാണോ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതിൽ കൂടുതൽ പരിശോധന നടത്തണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നിലവിൽ ഈ സൂചി പുറത്തെടുത്തിട്ടുണ്ട്, ശസ്ത്രക്രിയ നടത്തി, പക്ഷേ അത് പൂർണ്ണമായും പുറത്തെടുത്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കി ഭാഗവും കൂടി പുറത്തെടുക്കും എന്നാണ് നിലവിൽ കുടുംബത്തെ ഈ രോഗിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം, ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ നിന്ന് തന്നെയാണോ ഈ ചികിത്സ നൽകിയത്, അല്ലെങ്കിൽ സൂചി ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളത് സൂചി കുടുങ്ങിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് ഈ ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ കുടുംബത്തിൻ്റെ ആരോപണം ഇത്തരത്തിൽ കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് ഈ ചികിത്സ നൽകിയതെന്നും ഇഞ്ചക്ഷൻ എടുത്തതെന്നാണ്. എന്തായാലും ഇതിലൊരു കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യം. അടിയന്തര നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം. കാരണം ഒരുപാട് നാളുകളായിട്ട് ഈ വത്സല എന്ന സ്ത്രീ വേദന അനുഭവിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ആശുപത്രിയിൽ നിന്നും സൂചിയുടെ പകുതി ഭാഗമാണ് പുറത്തെടുത്തിട്ടുള്ളത്. ശ്യാമിലി.